ഇനി മഞ്ഞൾ അല്ലേ, എല്ലാ ദിവസവും പാലിൽ കുറച്ച് മഞ്ഞൾ കലക്കി കുടിച്ചാൽ ജലദോഷം, പനി ഇതൊന്നും വരില്ല, അതൊക്കെ മാറും. ഇതാണ് നമ്മുടെ നാട്ടുനടപ്പ്. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് 500 മില്ലിഗ്രാം മഞ്ഞൾ കഴിച്ചാൽ അതിനകത്തുനിന്ന് ശരീരത്തിൽ വരുന്നത് ഏകദേശം 1 മില്ലിഗ്രാം കുർക്കുമിനാണ്. കുർക്കുമിൻ എന്ന് പറഞ്ഞാൽ മഞ്ഞളിനകത്തുള്ള ആക്റ്റീവ് കോമ്പൗണ്ടാണ്. അപ്പോൾ 500 മില്ലിഗ്രാം കഴിച്ചാൽ 1 മില്ലിഗ്രാമേ കിട്ടുള്ളൂ. ഏകദേശം ഒരു കുട്ടിയുടെ തൂക്കം ഉള്ള അത്രയും മഞ്ഞൾ കഴിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അകത്തോട്ട് കുറച്ച് കുറുക്കുമിൻ കിട്ടുള്ളൂ. പക്ഷെ അത്രയും മഞ്ഞൾ കഴിക്കാൻ നമുക്ക് സാധിക്കില്ല. മഞ്ഞൾ കഴിക്കുന്നത്, ഒരു പൊടി മഞ്ഞൾ, ഒരു തുള്ളി മഞ്ഞളൊക്കെ ഇട്ട് കഴിക്കുന്നത് കൂടുതലും എങ്ങനെയാണ് പോകുന്നത്? ഏറ്റവും താഴത്തെ എഴുതുന്നത് 90 തൊട്ട് 93% വരെ മലത്തിൽ വേസ്റ്റായി പോവാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ കയറുന്നില്ല. ഇതാണ് വാസ്തവം. ഇപ്പോൾ വെറുതെ പാലിലും വെള്ളത്തിലൊക്കെ മഞ്ഞളിട്ട് കഴിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? ഇഷ്ടംപോലെ മഞ്ഞൾ കഴിക്കും. ക്യാപ്സ്യൂള്, അങ്ങനത്തെ കുറേ ഫോംസ് ഒക്കെ ഉണ്ട്. നമ്മുടെ കുരുമുളകൊക്കെ ഇട്ടൊക്കെ മഞ്ഞൾ കഴിക്കും, അതിൻ്റെ അബ്സോർപ്ഷൻ കൂടാൻ വേണ്ടി. അപ്പോൾ സംഭവിക്കുന്നതാണ് ഇത്. മഞ്ഞൾ ഒരു സാധാരണ സ്പൈസാണ്. അത് നമ്മൾ കൂടുതൽ കഴിച്ചാൽ നമ്മുടെ രക്തം കട്ട പിടിക്കാനുള്ള പവർ കുറയും. ഇത് എൻ്റെ തന്നെ ഒരു രോഗിയാണ്, വളരെ ദയനീയാവസ്ഥയിൽ വന്നതാണ്. മഞ്ഞൾ കഴിച്ചാണ് അദ്ദേഹം ഡയബറ്റീസിന് വേണ്ടിയും ജലദോഷം വരാതിരിക്കാൻ വേണ്ടി കോവിഡ് കാലത്ത് കഴിച്ചതാണത്. നന്നായിട്ട് ബ്ലീഡ് ചെയ്ത് വന്നു, പക്ഷേ ആൾ രക്ഷപ്പെട്ടു. പക്ഷേ അത് മഞ്ഞൾ കാരണമാണ്. അപ്പം മഞ്ഞൾ ഗുണങ്ങൾ തുച്ഛം. ഇത് ഞാനല്ല പറയുന്നത്, ഇതിപ്പോൾ ഇറ്റാലിയൻ ഗവൺമെൻറ് ഈയിടെ ഓഗസ്റ്റിൽ ഇറക്കിയ ഒരു പ്രസ്താവനയാണ്. അവർ പറഞ്ഞ് മഞ്ഞളുടെ ഹെൽത്ത് ക്ലെയിംസ് എല്ലാം നിങ്ങൾ നിർത്തിവെക്കാനാണ് പറഞ്ഞേക്കുന്നത്. അത് മാത്രമല്ല, മഞ്ഞളുള്ള മരുന്നുകളിൽ വാർണിംഗ് ലേബലും കൊടുത്തേക്കാണ്. മഞ്ഞൾ കഴിച്ചാൽ കൂടുതൽ പ്രശ്നങ്ങൾ വരും, ലിവർ കേടാവും, രക്തം കട്ടപിടിക്കാനുള്ള പവർ കുറയും, ബ്ലീഡിങ് വരും. ഇത് ഇറ്റാലിയൻ ഗവൺമെൻറ് ചെയ്തേക്കുന്നതാണ്, നമ്മുടെ ഇവിടെ അല്ല കേട്ടോ, നമ്മൾ ചെയ്യില്ല.